ആ മുക്കത്തല നമ്മളാണ് കൊണ്ട് കൊടുക്കണം കരുവാട്. മുക്കം വീട്ടിലെല്ലാം അവര് നമ്മുടെ കാത്തിരുന്ന് വിളിക്കും. ഫോൺ ചെയ്ത് വിളിച്ചാണ് കരുവാട് കൊടുക്കുന്നത് അവർക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഹാർബറിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പൊ കുറേ ദിവസം കൊണ്ട് ഈ അയല തിന്ന് മടുത്ത്, കറി വെച്ചും പൊരിച്ചും അല്ലാതെ ഒക്കെ തിന്ന് മടുത്ത്. അപ്പൊ ഞങ്ങളിന്ന് എഴുതി ഇത്തിരി വെറൈറ്റി ആയിട്ട് ഹാർബറിൽ പോയി വല്ലതും വാങ്ങിക്കാന്ന്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ വിട്ട് നമ്മുടെ പെരുമാതുറ ഹാർബറിലോട്ട്. വർക്കല ടു ട്രിവാൻഡ്രത്ത് നമ്മൾ തീരദേശം വഴി പോകത്തില്ല, അവിടെയാണ് ഈ ഒരു ഹാർബർ ഉള്ളത്. ഇത് കണ്ട കൂട്ടുകാരെ, ജെല്ലി ഫിഷിൻ്റെ അകത്ത് ഈ നെത്തോലികൾ കിടക്കുന്നത്. ഞാനത് വിചാരിച്ച് ഈ നെത്തോലി തിന്നതായിരിക്കും ജെല്ലി ഫിഷ്. അച്ഛനാണ് പറഞ്ഞത് തിന്നതല്ല, പിടച്ചതിൻ്റെ അകത്ത് കയറിയതാണെന്ന്. എന്തായാലും ശരി തന്നെ, അവരത് കുത്തി പൊട്ടിച്ച് ആ നെത്തോലി മൊത്തം എടുത്ത് ശരീരത്തിൻ്റെ അകത്തിട്ട്. ഇതാണൊക്കെ ചില അമ്മമാരിവിടെ നിൽപ്പുണ്ട്. ബോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മീൻ ഒരു ചെറുവത്തിൻ്റെ അകത്ത് എടുത്തിട്ടിട്ട് നമുക്ക് ഈ 100 രൂപയ്ക്ക് വേണം 200 രൂപയ്ക്ക് വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് അവരുടെ നിന്ന് നല്ല ലാഭത്തിന് മീൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ ബോട്ടുകാരുടെ അടുത്തൊക്കെ നേരിട്ട് ഒന്ന് മീൻ ചോദിച്ചാൽ കിട്ടത്തില്ല, ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചാലേ കിട്ടൂ. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു അയല പോലും ഇല്ലായിരുന്നു, മൊത്തം നെത്തോലിയും ചാളയായിരുന്നു. എല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വണ്ടിക്കകത്ത് കയറ്റി ദൂരോട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെയുള്ള ചന്തകളിൽ മൊത്തം ഇരിക്കുന്ന അയല ഇവിടെ വന്നപ്പോഴത്തേക്കും നെത്തോലിയും ചാളയായിരുന്നു. നമ്മൾ 150 രൂപയ്ക്ക് നെത്തോലിയും ചാളയും കൂടെ വാങ്ങിച്ച്. മീനൊക്കെ വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ബൈക്കിലാണ് പോകുന്നത്, അല്ലാതെ കാറിലൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം മീനിൻ്റെ വെള്ളവും നാറ്റവും ഒക്കെ ആവും. എല്ലാവരും നെത്തോലിയും ചാളയൊക്കെ വാങ്ങിച്ച് കൂട്ടത്തിൽ എല്ലാവരും കിഴങ്ങും കൂടെ വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ട് കിഴങ്ങിൻ്റെ. പിന്നെ പോണ വഴിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്, മൊത്തം മീൻ ഉണക്കായിട്ടേക്കാണ്. കൂട്ടുകാരെ താണ്ട് ഈ അമ്മൂമ്മയുടെ ആണ് ഈ ഉണക്ക നെത്തോലി. മുമ്പ് ബാഡ്ജ് വന്നിട്ട് ഇവിടെ ആണെങ്കിൽ നെത്തോലിയാണ് ഉണക്കായിട്ടേക്കുന്നത്, അപ്പുറത്താണെങ്കിൽ അമ്മ ഇരുന്ന് വാള വൃത്തിയാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് പോയെന്ന് കാണാം, ഞാൻ കാണിച്ചു തരാം. അപ്പം അതുകൊണ്ട് നല്ല അടിപൊളിയാക്കി ക്ലീൻ ആക്കിയാണ് ഇവരിത് വെച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണല്ല. ഇവരാണെങ്കിൽ 2-3 വെള്ളമൊക്കെ കഴുകി കുടലും മണ്ടും എല്ലാം എടുത്ത് കളഞ്ഞ് ഒരു ദിവസം ഫുള്ള് അട്ടിയായിട്ട് അടുക്കി വെച്ചിട്ട് ഉപ്പിട്ട് വെച്ചിട്ടൊക്കെയാണ് ഇവർ ഉണക്കാൻ വെക്കുന്നത്. ഒരു ചെയ്യുന്നത് വേണ്ട, കഴി ഈ ഉപ്പാണ് നമ്മൾ ഇടുന്നത്, വേറെ ഒന്നും നമ്മൾ പ്രവർത്തിക്കില്ല. എത്ര വൃത്തിയോടെ കഴിയാണ് നമ്മൾ ഉണങ്ങുന്നത്. നാളെ 2 വെള്ളത്തിൽ കഴുകും ഈ മീൻ. ചരുവ നിറയിട്ട് വെള്ളം വിട്ടിട്ടേക്കും, ഇട്ട് കഴുകി അടുത്ത ചരുവത്തിണ്ട് ഇട്ടാണ് പരത്തുന്നത്. നല്ലപോലെ വൃത്തിയോടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ തിന്നാതാക്കിയല്ലേ അവർക്ക് തരുന്നു, ആക്കുള്ളവർക്ക് തിന്നു. നമ്മുടെ കരുവാടിന് ഇവിടെ നല്ല പേരാണ്. പരവര് ആ മുക്കത്തല നമ്മളാണ് കൊണ്ട് കൊടുക്കണം കരുവാട്. മുക്കം വീട്ടിലെല്ലാം അവര് നമ്മുടെ കാത്തിരുന്ന് വിളിക്കും. ഫോൺ ചെയ്ത് വിളിച്ചാണ് കരുവാട് കൊടുക്കുന്നത് അവർക്ക്. ഞാൻ ഇവിടെ കൊണ്ടുവല്ലണ കരുവാടാണ് അവർക്ക് ഇഷ്ടം ഇങ്ങോട്ടൊക്കെ.